ചുവാങ്സു അതിനായി 5 വർഷം സമയവും 12 പരിചാരകരും നദിക്കരയിലൊരു വീടും ആവശ്യപ്പെട്ടു. രാജാവ് അത് നൽകി. വിജയനുമായി മലയാള നാട് കാലത്തും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നല്ല കാര്യം. അപ്പം അങ്ങനെ പോയിക്കഴിഞ്ഞ് ചില പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ രണ്ടുപേരും വർത്തമാനം പറയുന്നതിനിടയിൽ കാര്യമായി തന്നെ ഇടഞ്ഞു. ശ്രീ KS പറഞ്ഞതിൽ നിന്നും തുടർച്ചയായി എന്തെങ്കിലും പറയാം എന്ന വിചാരം കൊണ്ട് ആണ് പറഞ്ഞത്. ഭട്ടതിരിയുടെ കാലിഗ്രാഫി വളരെ കാലമായി സ്വാഭാവികം എന്നോണം പിന്തുടരാറുണ്ട്. ഞാനിപ്പോൾ ഈ പുസ്തകം ഏറ്റുവാങ്ങിയപ്പോൾ ഓർത്തത് ചിത്രകലയുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൽവീനോ ഒരു പ്രസംഗത്തിൽ ആണ് ആ കഥ പറഞ്ഞത്. അത് ചൈനീസ് ചിത്രകാരനായിട്ടുള്ളൊരു ചുവാങ്സു എന്നൊരു ചൈനീസ് ചിത്രകാരനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തോട് അന്നത്തെ രാജാവ് ഒരു ഞണ്ടിനെ വരക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ചുവാങ്സു അതിനായി 5 വർഷം സമയവും 12 പരിചാരകരും നദിക്കരയിലൊരു വീടും ആവശ്യപ്പെട്ടു. രാജാവ് അത് നൽകി. 5 വർഷം തീരാറായപ്പോൾ വീണ്ടും ഒരു 5 വർഷം കൂടി ആവശ്യപ്പെട്ടു. രാജാവ് അതും നൽകി. ആ 5-ാം വർഷം അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം ഒരു കടലാസ് എടുത്ത് വളരെ പെട്ടെന്ന് ഒരു ഞണ്ടിനെ വരച്ച് നൽകി. വാസ്തവത്തിൽ ഈ കഥയിൽ പറഞ്ഞുകൊണ്ട് കൽവീനോ ചോദിക്കുന്നത് എന്താണ് ഈ 10 വർഷം സംഭവിച്ചത് എന്നാണ്. അത് വളരെ മിസ്റ്റീരിയസ്, വളരെ വിസ്മയകരവും നിഗൂഢവുമായിട്ടുള്ളൊരു കഥയായി, കഥയല്ലെങ്കിൽ ഒരു സംഭവമായി എൻ്റെ ഒപ്പം ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാഷയിലേക്ക് തന്നെ വന്നാൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉള്ള ഒരു സംഭവമാണ് അത്. അന്ന് ചിത്രകാരനായിട്ടുള്ള ജയപാല പണിക്കരുമായി അവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് OV വിജയനെ കാണണമെന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപകടകരമാണ് ആ സന്ദർഭമെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നതല്ലേ, വിജയനുമായി മലയാള നാട് കാലത്തും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നല്ല കാര്യം. അപ്പം അങ്ങനെ പോയിക്കഴിഞ്ഞ് ചില പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ രണ്ടുപേരും വർത്തമാനം പറയുന്നതിനിടയിൽ കാര്യമായി തന്നെ ഇടഞ്ഞു.
ഞാനാകെ അങ്കലാപ്പിലായി. ഞാൻ മിക്കവാറും പൂജയൊക്കെ പോകുന്നത് പോലെ ദിവസം തോറും എന്ന് തന്നെ പറയാം പോകുന്ന ഒരു വീടാണത്. ആ കഥയിലേക്കല്ല വന്നത്. അപ്പോൾ തിരിച്ച് പോരാൻ നേരത്ത് ജയപാല പണിക്കർ പറഞ്ഞു, ഇവനൊക്കെ എഴുത്ത് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. എന്ന് വെച്ചാൽ ചിത്രകാരന്മാരാണ് സാഹിത്യകാരന്മാർക്ക് അക്ഷരം പ്രദാനം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചത് വാസ്തവത്തിൽ കാലിഗ്രഫിയുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ ഈജിപ്തിലൊക്കെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടും ഹൈറോഗ്ലിഫുകളുടെയൊക്കെ ഗാംഭീര്യവും മനോഹാരിതയും ഒക്കെ മനസ്സിൽ വരാറുണ്ട്. ആ കലയെ ഉപാസിച്ച വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാലിഗ്രഫിയുടെ പര്യായം തന്നെയായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭട്ടതിരി. അദ്ദേഹം വൈവിധ്യമുള്ള രീതികൾ അവലംബിക്കുകയും ആ കലയെ ദക്ഷിണേഷ്യയിൽ തന്നെ വളരെ തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരനാണ്. ഈ പുസ്തകം സ്വീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്